നടുക്കം വിട്ടുമാറാതെ നമ്മൾ ഇന്നും ആ ദുരന്ത ഭൂമിയിൽ തന്നെ മനസ്സുകൊണ്ട് തുടരുകയാണ്. ഒപ്പം അവിടെ നിന്ന് വിവരങ്ങൾക്കായി എല്ലാ പ്രതിനിധികളും മാതൃഭൂമിയുടേതായി ചേരുന്നുണ്ട്. എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി തന്നെ മുണ്ടക്കയിലേക്കുള്ള വഴിയിലാണ് ഇപ്പോൾ ആർ അനന്തകൃഷ്ണൻ ചേരുന്നത്. അനന്തകൃഷ്ണൻ, രാവിലെ ഈ രക്ഷാദൗത്യം തെരച്ചിൽ എപ്പോഴത്തേക്കാണ് ആരംഭിക്കുക? എല്ലാവരും പുഴ കടന്ന് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടോ? ഈ മേഖലയിലേക്ക്, മുണ്ടക്കൈ മേഖലയിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടോ? മുണ്ടക്കൈ മേഖലയിലേക്ക് ഇന്നിപ്പോൾ എത്തിപ്പെടാൻ വലിയ പ്രയാസമില്ല. കാരണം ഇന്നലെ ബെയിലി പാലം തയ്യാറായി. അതുകൊണ്ട് തന്നെ കൂടുതൽ വാഹനങ്ങൾക്ക് ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് ഇന്നു മുതൽ എത്തിച്ചേരാൻ കഴിയും. അതിനൊപ്പം തന്നെ കരസേനയുടെ കൂടുതൽ സേനാംഗങ്ങളും അവിടേക്ക് വരും. ഇന്നിപ്പോൾ പ്രധാനമായും 40 സംഘങ്ങളാണ് തിരച്ചിലിന് നേതൃത്വം നൽകുക. 6 സോണുകളായി തിരിച്ചാണ് ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നത്. ആറന്മലയും മുണ്ടക്കയും ചേർന്ന് ഒരു സോൺ, പിന്നീട് ഇതിന് താഴേക്ക് വരുന്ന ഓരോ ഭാഗങ്ങളും സോൺ തിരിച്ച് ചൂരൽമല പുഴയുടെ അടിഭാഗം വരെ, അങ്ങനെ 6 സോണുകൾ തിരിച്ചാണ് ഇന്ന് തിരച്ചിൽ നടത്തുന്നത്. ഏതായാലും മുണ്ടക്കൈ മേഖലയിൽ, മുണ്ടക്കൈ ടൗൺ ഇരുന്ന ആ സ്ഥലത്തൊക്കെ ഇന്നലെ വ്യാപകമായ പരിശോധനകൾ നടത്തിയിരുന്നു. അവിടുത്തെ അവശേഷിക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലൊക്കെ മനുഷ്യജീവൻ ഉണ്ടോ എന്ന് പരിശോധിച്ചിരുന്നു. അപ്പോൾ അവിടെ നിന്നൊന്നും ശരീരങ്ങൾ ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ കരുതുന്നത് കുറേയൊക്കെ ഈ മനുഷ്യർ ഈ ഒഴുകി ഈ പുഴയുടെ പല ഭാഗങ്ങളിലായിട്ട് കിടക്കുന്നുണ്ട് എന്നാണ്. അതായത് മുണ്ടക്കയുടെ തൊട്ട് മുകളിൽ മുതൽ താഴെ വരെ. അപ്പോൾ ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് പ്രധാനമായും പരിശോധന നടത്തുന്നത്. അതിന് കൂടുതൽ JCBകൾ അവിടേക്ക് എത്തേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് ഈ ബെയിലിപ്പാലം തുറന്നതുകൊണ്ട് കൂടുതൽ JCBകൾ അവിടേക്ക് എത്തിക്കാൻ കഴിയും. അതിനൊപ്പം തന്നെ 25ഓളം ആംബുലൻസുകൾ മുണ്ടക്കൈ ഭാഗത്തേക്ക് കടത്തിവിടുന്നുണ്ട്. അവിടെ നിന്ന് ആംബുലൻസിന്റെ സജ്ജീകരണവും ഉണ്ടാകും. ഏതായാലും ഇന്ന് വ്യാപകമായ, കുറച്ചുകൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നതിൽ കൂടുതൽ തിരച്ചിൽ ഈ മേഖലയിൽ, മുണ്ടക്കൈ അതുപോലെ തന്നെ ചൂരൽമല മേഖലയിൽ ഉണ്ടാകും. അതിനൊപ്പം തന്നെ മോദി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർന്ന പ്രതികൂലമായ കാലാവസ്ഥ ഇന്നും തുടരുന്നു എന്നുള്ളതാണ്. ഇന്നലെ പക്ഷേ രാവിലെ മുതൽ ഉച്ചവരെ മുണ്ടക്കൈ മേഖലയിൽ ഒരു തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. അത് രക്ഷാസേനാംഗങ്ങൾക്ക് വലിയ അനുകൂലവുമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ വയനാട്ടിൽ മഴ ആരംഭിച്ചിരിക്കുന്നു. മാത്രമല്ല ഇപ്പം മഴ എന്ന് തോന്നെങ്കിലും മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം. മുണ്ടക്കൈ മേഖലയിലും ഇടവിട്ടിടവിട്ട് മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴയാണ് അവിടെ പെയ്തത്. ഒടുവിൽ മുണ്ടക്കൈക്ക് മുകളിൽ അവിടെ ഉണ്ടായിരുന്ന രക്ഷാപ്രവർത്തകർക്ക് മഴ കൂടിയപ്പോൾ അവിടെ അപകട സാധ്യത കണ്ടുകൊണ്ട് അവർക്ക് പിൻവാങ്ങേണ്ടി വന്നു. പിന്നീട് താഴേക്ക് വരേണ്ടി വന്നു. അപ്പോൾ മുണ്ടക്കൈ മേഖലയിൽ മഴ പെയ്യുന്നത് അപകടകരമാണ്. അത് രക്ഷാദൗത്യത്തെ വലിയ തോതിൽ ബാധിക്കുകയും ചെയ്യും. ആ മേഖലയിൽ സുരക്ഷിതമായി നിന്ന് രക്ഷാദൗത്യം, അല്ലെങ്കിൽ അവിടെ ഈ മണ്ണിളക്കിയൊക്കെ പരിശോധന മുകൾ ഭാഗത്ത് നടത്തണം. മഴ പെയ്ത് കൂടുതൽ വെള്ളം ഇറങ്ങിയാൽ അത് പ്രശ്നമാണ്. അതുകൊണ്ട് ഈ കാലാവസ്ഥയാണ് ഈ കാലാവസ്ഥ എങ്ങനെ ഇന്നത്തെ രക്ഷാദൗത്യത്തെ ബാധിക്കുമെന്നുള്ളതാണ് ഒരു പ്രശ്നം. മാത്രമല്ല, ഈ കൂടുതൽ മഴ പെയ്യുമ്പോൾ ഈ ചൂരൽമല പുഴയിലേക്ക് കൂടുതൽ ജലപ്രവാഹം ഉണ്ടാവുകയും അത് ഈ പുഴയുടെ നടുഭാഗത്ത് സെർച്ച് നടത്തുമ്പോൾ അതിന് തടസ്സമാവുകയും ചെയ്യും. മോദി.